എനിക്ക് അക്കോത്തി എന്താ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അതൊക്കെ പറയാം. അതിനു മുൻപ് എറണാകുളത്ത് സാറിന്റെ കൂടെ പഠിച്ച പിള്ളേരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. അതെന്തിനാ? എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടെന്നേ. തെറ്റാതെ പറഞ്ഞാലേ ഒരു സമ്മാനമുണ്ട്, സർപ്രൈസാ. കൊള്ളാലോ, എന്നാ കേട്ടോ. ശരത്ത്, വിനോദ്, പിന്നെ എന്താ പേര്? ആ രാജു, ബാക്ക് സീറ്റിൽ വന്നിട്ട് വിജു, ആൻഡ് ശരൺ. പിന്നെ എനിക്ക് ഹോസ്റ്റലിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അരുൺ. ഒരു മിനിറ്റ്. അല്ല, സാറിന്റെ ക്ലാസ്സിൽ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗേൾസ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ. ഗേൾസിന്റെ പേര് കൃത്യമായി പറഞ്ഞാൽ എന്താ കർച്ചീഫ് ഫ്രീ ഉണ്ടോ? പറയേ. ശരി ശരി, ഞാൻ പറയാം. സുചിത്ര, ലക്ഷ്മി, രമ്യ, സുനിത, കാവ്യ, ആൻഡ് നന്ദിനി, സൗമ്യ, പവിത്ര, സുസ്മിത, വൈഗ, റിയ. പിന്നെ അയ്യോ മതി. ഹലോ, മുഴുവൻ മെമ്പിളുടെ പേരും അറിയാലോ. ഇക്കൂട്ടത്തിൽ നമ്മുടെ മാഡത്തിന്റെ പേരില്ലല്ലോ. മേഡത്തിന്റെ പേരോ? ഏത് മേഡം? ആ ഞാൻ വിളിക്കാം, അതൊക്കെ ഉണ്ട്. അതെ മാഡം, ഇങ്ങ് പോരെ. അതെ, ഇത് നിങ്ങളുടെ കൊച്ചിയും ബാംഗ്ലൂരൊന്നും അല്ല, കുട്ടനാടാ, കുട്ടനാട്. എടാ, നിന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇയാളാള് സ്മാർട്ടാണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവളെന്റെ കസിനാ. തുണിക്കച്ചവടം, സ്കൂട്ടർ, ബിസിനസ് മാഗ്നറ്റ്. ഇതാണ് ആ കക്ഷി. ചാരു, ഞങ്ങളിപ്പോ ബോട്ടിൽ കണ്ടതേ ഉള്ളൂ. ചേച്ചിമാരെ, അമ്മമാരെ, ചേട്ടന്മാരെ. നിങ്ങളോട് സംസാരിച്ചിരിക്കെ ഞാൻ പോയി കുട്ടനാട്ടിലെ കുട്ടൻ ചേട്ടന്റെ സ്പെഷ്യൽ കട്ടൻ ചായ വാങ്ങിച്ചിട്ട് വരാം. നീ പറയാതെ വന്നല്ലേ? ഞാൻ ബാംഗ്ലൂരിൽ ടെസ്റ്റ് എഴുതാൻ പോണ വഴിയാ. ആലപ്പുഴ എത്തിയപ്പോ ബോട്ടിൽ കയറി ഇങ്ങോട്ട് വന്നു. ഞാൻ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ അത് ശരി, അതിതായിരുന്നോ? എന്നെ കാണാൻ വന്നതാ? അല്ല, ചമ്പക്കുളം വള്ളംകളി കാണാൻ വന്നതാ. ഇനി വള്ളം കളിയൊക്കെ കണ്ട് ഇവിടെ പതിയെ കൂട് കുട്ടനാട്ടില്. അതിന് നിന്റെ ചേട്ടൻ വട്ടം കയറി നിക്കല്ലേ? എടാ, വേഗം കല്യാണം നടക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നീ അവളെ കല്യാണം കഴിക്കേ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ഞാൻ വേണമെങ്കിൽ നിന്റെ ചേട്ടനെ കെട്ടിക്കോളാം. തോന്നണ്ടല്ലോ. ദാ വരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടനാട്ടിലെ കുട്ടൻ ചേട്ടനെ കട്ടൻ ചായ. ഭയങ്കര ഫേമസാ, കുടിച്ചോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ചേട്ടാ, ദേ ആളെ തന്നിട്ടുണ്ട്, ഞാൻ പോവാ. അപ്പൊ ശരി. നീ എവിടെ പോവാ? ഓ, പണിയുണ്ട് പോനെ. സാറിന് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടല്ലോ, നമ്മള് പാവം. പോവാണേ. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. ശരി.